കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡയറ്റ് പാറ്റേണിലേക്ക് പോകുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയും. അതുകൂടാതെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈദ പോലുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മസിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് കാർഡിയോ, നമ്മൾ ഓട്ടത്തിനോ അല്ലെങ്കിൽ ഈവൻ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടോ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരല്പം കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഗുണം ചെയ്യും. നമ്മുടെ വയറിനകത്തുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. ചെറുകുടലിനകത്ത് നിന്ന് വൻകുടലിനകത്തേക്കും പിന്നീട് അവിടെ നിന്ന് മലാശയത്തിലേക്കും ഒക്കെ ഈ വേസ്റ്റ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ മോട്ടിലിന്റെ അളവ് കുറയും. മറ്റ് രണ്ട് ഹോർമോണുകൾ കൂടി നമ്മുടെ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നിന്റെ പേരാണ് ഗ്രേലിൻ. നമ്മുടെ വിശപ്പും അതുപോലെ ദാഹവും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സെന്റർ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ദാഹിക്കുമ്പോഴും നമുക്ക് തോന്നാൻ വിശക്കുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എപ്പോഴും വിശക്കുന്നത്? ശരിക്കും നമ്മളൊക്കെ വിശന്നത് കൊണ്ട് മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത്? കഴിഞ്ഞ 2 സെഷനായിട്ട് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഞാൻ വിശപ്പ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ചത്. എന്തുകൊണ്ടാണ് എനിക്ക് വിശക്കുന്നത്? ആ ഒരു ചോദ്യം മുതൽ നമുക്ക് ഇന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്ന വിശപ്പ് എന്ന് പറയുന്ന കാര്യങ്ങള് വിശപ്പ് തന്നെയാണോ എപ്പോഴും? ഇനി വിശപ്പ് അല്ലെങ്കിൽ അതെന്തൊക്കെയാണ്? വിശപ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കൊക്കെ എനർജി കുറയുമ്പോൾ, ശരീരത്തിന് ടോട്ടലി നമ്മുടെ വർക്ക് ചെയ്യാനുള്ള എനർജി കുറയുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഉണർന്നിരിക്കാൻ പോലുള്ള എനർജി കുറയുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വിശപ്പ് മാത്രമല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഒരു വീക്ക്നെസ്സും അതുപോലെ തന്നെ ഭക്ഷണം എന്തെങ്കിലും വേണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇത് കൂടാതെ ചിലപ്പോഴത് ന്യൂട്രീഷൻ ലോസ് കൊണ്ടാവാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ഒരു ഹിഡൻ ഹങ്കർ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മിച്ചിട്ട് മതി. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്, എന്നാൽ ചിലപ്പോൾ പ്രോട്ടീനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വേണ്ടത്ര അളവിൽ കിട്ടുന്നില്ല എന്നുള്ളതാവാം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവിലുള്ള കുറവും ആവാം. എന്നാൽ ഇത് രണ്ടും അല്ലാതെ ചില സമയത്തൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ഫുഡ് തന്നെ വേണം എന്നുള്ള രീതിയിൽ വിശക്കാം. അതിനെ ക്രേവിങ്സ് എന്നാണ് പറയാ. അപ്പൊ ആ ക്രേവിങ്സ് പല ആൾക്കാർക്കും പലതിനോടും ഉണ്ടാവാം. നോർമലി നമുക്ക് കാണാൻ പറ്റുന്നത് ഷുഗറിനോട് മാത്രമാണ്. അപ്പൊ ആ ഷുഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആസ് എ ഹോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിക് ഡിസീസസോ വരാനുള്ള ഒരു കാരണത്തിലേക്കും എത്തിക്കും. എന്നാൽ ഈ വിശപ്പിനെ പലപ്പോഴും നമ്മൾ വേറൊരു സംഭവമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ രുചി എന്ന് പറയുന്നത്. അഭിരുചി എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തിനോടുള്ള താല്പര്യം. ഈ രുചി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ വിശപ്പ് എന്ന മെയിൻ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ വിശപ്പിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. കാരണം രുചി ഒരാൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ രുചി കാരണം അയാൾ പിന്നെയും കഴിക്കും. ഒരുപക്ഷെ അത് ഓവർ ഈറ്റിംഗിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട്, നമുക്ക് ആ ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു താല്പര്യം കാരണം വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു സ്വഭാവം. അത് നല്ല ഫുഡിനോടും ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശീലം കൊണ്ടും ആവാം, കമ്പനിക്ക്. ആ രണ്ട് കാര്യങ്ങളും നമ്മുടെ രുചിയെ തീർത്തും വിശപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നമുക്ക് രുചി ഇല്ലായ്മ ഉണ്ടാവാം. ഉദാഹരണത്തിന് സ്ട്രെസ് കൂടുന്ന സമയത്ത്, നല്ല സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ ഈവൻ വിശപ്പ് പോലും മാറ്റി നിർത്തുന്ന രീതിയിൽ അത് ഉണ്ടാവും. എന്നാൽ ഇതേ രുചിക്കുറവ് തന്നെ സ്ട്രെസ്സിന്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ക്രോണിക് രീതിയിൽ, അത് കണ്ടിന്യൂസ് രീതിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗിലേക്ക് എത്തിക്കും. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാൻ. അതിന്റെ പേരാണ് എം ടി സ്റ്റൊമക് എന്ന് പറയുന്നത്. എം ടി സ്റ്റൊമക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോ വർക്കൗട്ട് ചെയ്യാവുന്ന ആൾക്കാർ രാവിലെ തന്നെ ഒരുപാട് കഴിച്ചിട്ടല്ല വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നവർ തന്നെ. നിങ്ങളിൽ പലരും നടക്കാൻ പോകുന്നുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആർമി ക്യാമ്പിലൊക്കെ കാണുന്ന പോലെ ഓടാൻ, പോലീസ് ക്യാമ്പിലും ഒക്കെ ഓടാൻ പോകുന്നവരൊക്കെ, അല്ലെങ്കിൽ ആ രാവിലത്തെ മെഡിക്കൽ ടെസ്റ്റ് എം ടി സ്റ്റൊമക് ആണ് നല്ലത്. എം ടി സ്റ്റൊമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിരിക്കുന്ന വയറ് എന്നല്ല അർത്ഥം. അവിടെ എനർജി ഉണ്ട്, വർക്ക് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഷുഗർ ബാലൻസിൽ തന്നെ പോകുന്നുണ്ട്, എന്നാൽ വയർ ഒഴിഞ്ഞതാണ്. വയറിനകത്ത് തൽക്കാലം ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡൈജഷൻ പ്രോബ്ലം കുറയാനുള്ള സാധ്യതയാണ്. എന്നാൽ ചില ആൾക്കാർ ഇവിടെ ഒരു അല്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്.
ആ സമയത്ത് നമ്മുടെ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിന്റെ വലിപ്പം കുറച്ച് കുറയും, അല്ലെങ്കിൽ അതവിടെ റെസ്ട്രിക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോ എന്ന് പറയും. അതൊരു തെറ്റായ പ്രവണതയാണെന്ന് കൂടി ഞാനിവിടെ പറയും. അങ്ങനെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ബാലൻസിന് തെറ്റിക്കുകയാണ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. അത് ഒരുപക്ഷെ ഈവൻ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റീസിലേക്കോ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമല്ലോ, അതുപോലെയുള്ള മറ്റ് കണ്ടീഷനിലേക്കോ എത്തിക്കാം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഒരു സംശയം ചോദിക്കാനാണ്. ഗർഭിണികളുടെ ഭക്ഷണക്രമത്തില് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം പലരിലുമുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, അത് അത്യാവശ്യം എന്നാണ് സാറ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമാക്കിയാൽ കൊള്ളാം സർ. പ്രഗ്നൻസി പീരീഡില് ആക്ച്വലി യൂട്രസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച്, മീൻസ് ബേബി ഗ്രോ ആവുന്നതിനനുസരിച്ച്, വളരുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് കുറച്ച് കംപ്രസ് ആയി പോകും. അപ്പൊ ഈ കംപ്രസ് ആവുന്ന സമയത്ത് അതിനകത്ത് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ മുഴുവനായിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല എന്നാണ്. അതാണല്ലോ ഈവൻ നമ്മൾ സ്കാൻ ചെയ്യാൻ USG എടുക്കാൻ പോകുന്ന സമയത്ത് വെള്ളം കുടിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആ സ്കാനിങ്ങിൽ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ അത് കിട്ടും, ഇമേജസ്. ഓക്കെ. അതേ സമയത്ത് അതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിക്കാം. ബേബി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റൊമക്കിന്റെ സൈസ് കുറയാണ് ചെയ്യുന്നത്. ഈ സ്റ്റൊമക്ക് കുറയുമ്പോഴെന്താ, കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ഭക്ഷണത്തിന്റെ അവിടെ ആവശ്യമുണ്ടോ, കൂടുതൽ ന്യൂട്രീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയില് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ കഴിക്കാനല്ലേ തോന്നാം. അഗൈൻ കഴിഞ്ഞ ദിവസം ഹിഡൻ ഹങ്കറിനെ പറ്റി പറഞ്ഞത്, മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ആ ഒരു വിശപ്പ് കൂടുകയും അവർ ഫില്ലർ ഫുഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫില്ലർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് തോന്നും. അതിന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ പാറ്റേണേ നോക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വായയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവോ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് അങ്ങനെയുള്ള ഫില്ലർ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വയറ് കൂടുതൽ നിറക്കുന്നതിന് പകരം ആൾക്കാർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ കുറച്ച് കഴിച്ചോ, പിന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കഴിച്ചോ. അവിടെ ബുദ്ധിമുട്ട് എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റേഷണൽ ഡയബറ്റീസിലേക്ക് എത്തിക്കും. കാരണം ഓൾറെഡി കഴിച്ചിരിക്കുന്ന ഭക്ഷണം ഫില്ലർ ഫുഡാണ്. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ പെർസെന്റേജ് സാധാരണഗതിയിൽ 1 ഗ്രാം പെർ ബോഡി വെയിറ്റ് ആണ് ഒരാൾക്ക് ആവശ്യം. 0.8 to 1 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോ ഉള്ള ഒരു ലേഡി കൺസീവ് ആവുന്ന സമയത്ത് അവർക്ക് ഏകദേശം 60 ഗ്രാം പ്രോട്ടീനെ ഒരു ദിവസം ആവശ്യമുള്ളൂ. നോർമലി ഇന്ത്യയിലുള്ള 80% ആൾക്കാരും പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. ഓക്കെ, നമ്മളോ നിങ്ങളോ അല്ലെങ്കിൽ ഈ പ്രഗ്നന്റ് ലേഡിയോ 20% വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഈ ലേഡി പ്രഗ്നന്റ് ആയി കുട്ടിയുടെ ഗ്രോത്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് 2 ശരീരത്തിന് വേണ്ടത് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1.75 ഗ്രാം ആണ് അവിടെ ആവശ്യമുള്ളത്. 60 ഗ്രാമിന് പകരം ഇപ്പോഴാവശ്യമുള്ളത് ഓൾമോസ്റ്റ് 105 ഗ്രാം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു 60 ഗ്രാം പോലും കഴിക്കാൻ സാധ്യതയില്ല. അവിടെ 105 ഗ്രാം പ്രോട്ടീൻ ആ ശരീരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശക്കുകയാണ് ചെയ്യാം. ബട്ട് ആ വിശപ്പിന് പകരം നമ്മൾ കഴിക്കുന്ന എന്താണ്, ന്യൂട്രീഷൻ അധികമൊന്നും ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം മാത്രമാണ്. അത് 2 മണിക്കൂർ കൂടുമ്പോഴോ 4 മണിക്കൂർ കൂടുമ്പോഴോ കഴിച്ചതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രോട്ടീന്റെ അളവിന് പകരം നമ്മൾ അവിടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ അളവ് കൂടുന്നു. ശരീരത്തിൽ ആ ഷുഗർ എവിടെയെങ്കിലൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പൊ ആ ഇൻസുലിൻ ഈവൻ അതിനെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കോ ഈവൻ ഡയബറ്റീസിലേക്കോ എത്തിക്കാം. ജസ്റ്റേഷണൽ ടൈമിൽ കാണുന്ന പല കാര്യങ്ങളും പിന്നീട് വീണ്ടും വരാൻ സാധ്യത. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ, ഓക്കെ, അത് മാറും. മേ ബി ഒരു 6 മാസം കഴിയുമ്പോഴേക്കും മാറുന്ന പറയാം. പക്ഷെ ആ വ്യക്തിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വെരി ഏർലി ആയിരിക്കും. സാധാരണ ആ വ്യക്തിയിൽ നോർമലി ഒരു ലേഡിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 60 വയസ്സോ അല്ലെങ്കിൽ 55 വയസ്സിനോ ശേഷം ആയിരുന്നെങ്കിൽ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്ന ഇതേ ലേഡി ആണെങ്കിൽ അവർക്കത് 40 45 ആകുമ്പോഴേക്ക് കാണും. കാരണം പാൻക്രിയാസിന് ഓൾറെഡി പലതരത്തിലുള്ള, എല്ലാം ഹോർമോൺ കൺട്രോൾഡ് ആണ്. അപ്പൊ പാൻക്രിയാസിന് ഓൾറെഡി പലതരത്തിലുള്ള മെസ്സേജസ് കിട്ടിക്കഴിഞ്ഞു. ഇത് കൂടാതെ ഈ ലേഡി എഗൈൻ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലെങ്കിൽ പോലും, സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലേഡി ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് വേണ്ടത്ര ഇല്ല, അല്ലെങ്കിൽ പാല് കുറവായിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷെ അവരിൽ ഫാറ്റ് സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് അവർക്ക് പിന്നെയും കൂടുതൽ കൂടുതൽ വിശപ്പുണ്ട്. അപ്പൊ മേ ബി വിത്തിൻ 2 years തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് പ്രോബ്ലംസിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്.
കുറച്ച് സയൻസ് ആണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ബട്ട് ഐ തിങ്ക് ഐ മേഡ് ഇറ്റ് ക്ലിയർ. എന്താണ് നമ്മളെ വിശപ്പിലേക്ക് എത്തിക്കുന്നത്? സാധാരണഗതിയിൽ എനർജി കുറയുന്നത് തന്നെ. അത് കൂടാതെ ചില സമയത്ത് നമ്മുടെ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഡോപ്പമൈൻ ട്രിഗർ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന സമയത്ത്. ഡോപ്പമൈന്റെ ഭാഗമാണ്, ഡോപ്പമൈൻ കൊണ്ടുണ്ടാവുന്നതാണ് കൂടുതൽ സന്തോഷം. അപ്പൊ ഈ ഡോപ്പമൈനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ നമ്മൾ പിന്നെ പിന്നെ കഴിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവിനെ പറ്റി ഞാൻ കുറച്ചു നേരത്തെ സൂചിപ്പിച്ചു. ചില ആൾക്കാരുടെ ആ ഒരു ശീലം കൊണ്ട് ഈവൻ ഇഫ് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, അതും ഒരുപക്ഷെ നമ്മൾ വിശപ്പ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഓക്കെ, ഇതിന്റെ ഹോർമോണൽ പാറ്റേണിലേക്ക് ഞാൻ എന്താണ് എന്നുള്ളതിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു കാര്യം പറയാൻ പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലോസ് ഓഫ് എനർജി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ എനർജി ന്യൂട്രിയൻസ് എന്തൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്, അല്ലെ? ഇതില് കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറും? ശരീരത്തിലെ മെറ്റബോളിസം നടക്കുമ്പോൾ, ഉപാപചയം നടക്കുന്ന സമയത്ത് അത് ഷുഗറിലേക്ക് മാറും. ഇതാണ് ശരിയായ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂൽ. ശരീരത്തിന് ഊർജ്ജം കൊടുക്കുന്നത് ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓക്സിജൻ വളരെ കുറവേ വേണ്ടു. അതുപോലെ തന്നെ കമ്പയർ ടു ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് ഷുഗർ ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടും. ആസ് എ സോഴ്സ് ഓഫ് എനർജി അത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ആവും. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ വിശപ്പ് നിന്ന പോലെയും തോന്നാം. എന്നാൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് 4 കലോറിയാ തരിക. പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും. അമിനോ ആസിഡ്സിലേക്ക് മാറുന്നത് കർബ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് പ്രോസസ് വഴിയാണ്. ഇവിടെ നമ്മുടെ മസിലിനകത്ത് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഷുഗർ കൂടുതലാവുന്ന സമയത്ത് അത് എവിടേക്ക് സ്റ്റോർ ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ട് അത് നമ്മുടെ ലിവറിലും സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ മസിൽസിലും. അപ്പൊ ഈ അമിനോ ആസിഡ് ആയിട്ട് പ്രോട്ടീൻ മാറുന്ന സമയത്ത് മസിൽ ഗ്ലൈക്കോജൻ കുറയുമ്പോൾ ഈ അമിനോ ആസിഡിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസിലിന്റെ അളവ് കുറയാം. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്രേക്സ് സ്കെലിറ്റൽ മസിൽ ടു ഫോം ഷുഗർ അപ് ടു 15%. 15% വരെ നമ്മുടെ ഷുഗറിന്റെ അളവ് കിട്ടുന്നത് ഈ നോർമലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ഭക്ഷണ ശൈലി ആണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡയറ്റ് പാറ്റേണിലേക്ക് പോകുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയും. അതുകൂടാതെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈദ പോലുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈസിലി നമുക്ക് ഷുഗർ കിട്ടും. ഈ ഷുഗർ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇല്ലാതായി. അതിനുശേഷം മേ ബി നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിശക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മുടെ മസിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫാറ്റ് 9 കലോറിയാണ് 1 ഗ്രാമിന് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ ബോഡീസിലേക്ക്, പല അസറ്റോൺ പോലെയുള്ള കീറ്റോൺ ബോഡീസിലേക്ക് കൺവേർട്ട് ചെയ്യും. സാധാരണഗതിയിൽ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട് ഉള്ള സമയത്ത് ഫാറ്റ് ആണ് കൂടുതൽ ബേൺ ചെയ്യാൻ സാധ്യത. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ആക്ടിവിറ്റിക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഫാറ്റ് ബേണിംഗ് നല്ലതാണ്. കാരണം അവിടെ നമ്മൾ എന്താ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് കുറയുന്ന രീതിയിലല്ല നമ്മുടെ എക്സസൈസ് പാറ്റേൺ എങ്കിൽ, ഹിറ്റ് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് അതുപോലെ തന്നെ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓക്സിജൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതേസമയത്ത് കാർഡിയോ നമ്മൾ ഓട്ടത്തിനോ അല്ലെങ്കിൽ ഈവൻ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടോ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരല്പം കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഓട്ടക്കാര് ഒക്കെ എനർജി ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എനർജി റീവൈറ്റലൈസിങ് ആയിട്ടുള്ള സാധനങ്ങളോ ഇടയിൽ ഡ്രിങ്ക്സ് ആയിട്ട് കഴിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ്. അവിടെ ഓക്സിജന്റെ അളവ് ഷുഗർ കൺവേർഷന് വേണ്ടിയിട്ട് കുറവേ വേണ്ടി വരുള്ളൂ. അതേസമയത്ത് ഫാറ്റ് ബേൺ ചെയ്തിട്ട് ഇൻസ്റ്റന്റ് എനർജി നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ ഈ ഹങ്കറിനെ പറ്റി പറയുമ്പോൾ ലോസ് ഓഫ് എനർജി പ്രധാനമായിട്ട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്. എന്തൊക്കെ തരത്തിലാണ് നമുക്ക് വിശപ്പുള്ളത്? സാധാരണഗതിയിൽ നമുക്ക് എനർജി കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും വിശപ്പ് ഉണ്ട്, അതെ. എന്നാൽ അത് കൂടാതെ ചില സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജിയെ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫാറ്റിലേക്ക് മാറ്റി ആ ഒരു സ്റ്റോറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വിശപ്പുണ്ടാവാം. അത് പറയുന്നത് ഈറ്റിംഗ് ഫോർ പ്ലഷർ എന്നാണ്.
നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഡോപ്പമൈൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. പിന്നെന്ന് പറയുന്നത് ഇമോഷണൽ ഈറ്റിംഗ് ആണ്. ഇമോഷണൽ ഈറ്റിംഗ് ആണ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കോർട്ടിസോളിന്റെ അളവ് കൂടുന്നു, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എനർജി വേണം അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് ഷുഗർ വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. പിന്നെ വരുന്നതാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള വിശപ്പുണ്ട്. ഈ വിശപ്പ് ഉണ്ടാവുമ്പോഴും നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം. ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് GI ട്രാക്ടിനകത്തുകൂടെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യണം അല്ലെ. ഇത് പാസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ മോട്ടിലിൻ ആണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള ഗ്ലാൻസ് തന്നെയാണ്. ഇതില് കുടലിനകത്തുള്ള ഗ്ലാൻസ് തന്നെയാണ്. ഇതില് ഈ മോട്ടിലിൻ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ആഡിപ്പോസൈറ്റ്സിൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാൻക്രിയാസ് പോളിപെപ്റ്റൈഡ് സെക്രീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റൊമക് സ്റ്റിമുലേറ്റ്സ് മൂവ്മെന്റ്. ഈ മോട്ടിലിന്റെ അളവിനനുസരിച്ച്, മോട്ടിലിന്റെ അളവ് കൂടുതലായിട്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തുമാണ്. ഭക്ഷണം സ്റ്റൊമക്കിനകത്ത്, ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ മോട്ടിലിന്റെ അളവ് കുറയും. എന്നാൽ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം എന്ന് സൂചിപ്പിച്ച അതുകൊണ്ടാണ് ആ ഫാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാലാണ് മോട്ടിലിന്റെ പ്രൊഡക്ഷൻ കൂടുക. ഈ പ്രൊഡക്ഷൻ കൂടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. ചെറുകുടലിനകത്ത് നിന്ന് വൻകുടലിനകത്തേക്കും പിന്നീട് അവിടെ നിന്ന് മലാശയത്തിലേക്കും ഒക്കെ ഈ വേസ്റ്റ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫുഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഫൈബർ ആണ്. ഫൈബറിന്റെ അളവ് കൂടുന്ന സമയത്ത് മോട്ടിലിന്റെ പ്രൊഡക്ഷനും മോട്ടിലിന്റെ ആക്ടിവിറ്റിയും കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക, ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യും. മോട്ടിലിൻ അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? മോട്ടിലിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത്, കുടലിനകത്ത് ഭക്ഷണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. മോട്ടിലിൻ മാത്രമല്ല പല സാധനങ്ങളുണ്ട്. അതിൽ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയാണ് ഇത്രയും നീളമുള്ള വയറിനകത്ത് ഭക്ഷണം മൂവ് ചെയ്യുന്നത് അല്ലെ. ചുരുണ്ട് കൂടി കുടലിന്റെ ഒക്കെ പല മെസ്സേജസ്, പല ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നല്ല നീളമുണ്ട്, 30 അടി 40 അടിയൊക്കെ ഉള്ള ഈ കുടലിനകത്ത് കൂടെ ഭക്ഷണം മൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് വേണം. ഉദാഹരണത്തിന് നമുക്ക് പാമ്പ് ഇരവിഴുങ്ങുമ്പോഴുണ്ടാവുന്ന മൂവ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ എടുക്കാം. ഈ മോട്ടിലിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫൈബർ വേണം. അതുപോലെ തന്നെ മോട്ടിലിന്റെ അളവ് കൂടുതൽ ഉണ്ടാവുന്നത് ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ സ്റ്റൊമക്ക് എംപ്റ്റി ആവുന്ന സമയത്തുമാണെന്ന് പറഞ്ഞു. ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മോട്ടിലിന്റെ മൂവ്മെന്റ്, മോട്ടിലിന്റെ അളവ് കുറവായിരിക്കും. കാരണം ദഹനം നടക്കില്ല. അല്ലെങ്കിൽ ആ സമയത്ത് മോട്ടിലിൻ വേണ്ടത്ര ഉണ്ടെങ്കിൽ ദഹനം നടക്കില്ല. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്, മോട്ടിലിൻ മാത്രമല്ല പല ഹോർമോൺസും ഉണ്ട്, ഞാനതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുമ്പോഴും മാത്രമാണ് നമുക്ക് ദഹനം, ആഗിരണം, അതുപോലെ തന്നെ റിപ്പയർ മെക്കാനിസം നടക്കുക. മോട്ടിലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ റിപ്പയർ മെക്കാനിസം ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ഉറക്കത്തിലാണ് ബോഡി റിപ്പയറിംഗ് നടക്കുകയാണ്. നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളില്, ഇപ്പോ രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളില് മോട്ടിലിന്റെ അളവ് അതുപോലെ തന്നെ മൂവ്മെന്റ്സും ഒക്കെ ശരിയായ രീതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ മോഷൻ ശരിയാവില്ല. ഓക്കെ, പക്ഷെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന് വേണ്ടത്ര സമയം കിട്ടും. കാരണം സ്റ്റൊമക്ക് എംപ്റ്റി ആയി മോട്ടിലിന്റെ അളവ് കൂടി അവിടെ ആ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ മോട്ടിലിന്റെ അളവ് കൂടുതലുണ്ടാവും. മറ്റ് 2 ഹോർമോണുകൾ കൂടി നമ്മുടെ വിശപ്പുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നിന്റെ പേരാണ് ഗ്രലിൻ. ഇത് അപ്പറ്റൈറ്റ് സ്റ്റിമുലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രുചി കൂട്ടുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചതെങ്കിലും ആക്ച്വലി അത് ഹങ്കർ, നമ്മുടെ വിശപ്പിനെ കൂട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ രണ്ടാമത്തേതാണ് ലെപ്റ്റിൻ അല്ലെങ്കിൽ അപ്പറ്റൈറ്റ് സപ്രസർ. എനിക്ക് തൃപ്തിയായി അല്ലെങ്കിൽ ഇനി കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. ഗ്രലിൻ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഇതൊരു ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ ഹോർമോണാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ GI ട്രാക്ടിനകത്ത് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് ഹൈപ്പോതലാമസിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള? ഓക്കെ, ഇപ്പോ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എന്റെ എനർജി സ്റ്റോറേജ് കുറയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്ലഡ് ഷുഗർ കൂടുതൽ വേണം എന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നതാണിത്. ഈ ഗ്രലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
ഇത് ആർക്കാ പ്രശ്നമാവുന്നത്? തടി കൂടിയ ആൾക്കാർക്ക്, ഓൾറെഡി വെയിറ്റ് കുറക്കണം എന്നുള്ള ഡയറ്റ് പാറ്റേണിലേക്ക് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഗ്രലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അത് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറേജ് പാറ്റേണിലേക്ക് പോകുമ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം? ഇപ്പൊ ഇൻസുലിൻ ഹോർമോൺ നമുക്ക് എക്സ്റ്റേണലി എടുക്കാൻ പറ്റും, അതുപോലെ ഗ്രലിൻ എടുക്കാൻ പറ്റും? ഇല്ല. അവിടെ എക്സ്റ്റേണലി ഇതിന് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പോതലാമസിനെ കൺട്രോൾ ചെയ്യുന്ന ഇത് എങ്ങനെയെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ ശരീരത്തിനോട് തന്നെ പറയാനേ പറ്റും. ശരീരത്തിനോട് പറയാൻ പറ്റുന്ന ചില വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ശരിയാക്കുക, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ശരിയാക്കുക, അതുപോലെ തന്നെ വർക്കൗട്ട് ശരിയാക്കുക, അതല്ലെങ്കിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഈ പാറ്റേണിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബോഡിയെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. ഈവൻ അത് നമ്മുടെ എനർജി ഹോമിയോസ്റ്റാസിസിനെ അല്ലെങ്കിൽ എനർജി ബാലൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ രണ്ടാമത്തെ ഹോർമോൺ ലെപ്റ്റിൻ. ലെപ്റ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ഉള്ള ഒരു സാധനമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഗ്രലിന്റെ അളവ് കുറയ്ക്കാനും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ള സിഗ്നൽ ഹൈപ്പോതലാമസിന് കൊടുത്തിട്ട് ഹൈപ്പോതലാമസ് ഇൻടേൺ നമ്മുടെ GI ട്രാക്റ്റിന്, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിന് മെസ്സേജ് കൊടുക്കുന്നു ഗ്രലിന്റെ അളവ് കുറക്കാൻ. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ ഉണ്ടാകുന്നത് പക്ഷേ കുടലിൽ നിന്നല്ല, അത് ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഫാറ്റ് ടിഷ്യൂ എന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ തടി കൂടിയ ആൾക്കാരിൽ ഫാറ്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വിശപ്പ് കുറയണ്ടേ? തീർച്ചയായിട്ടും കുറയണം. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അതിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ ലെപ്റ്റിന്റെ മറ്റ് ഫങ്ഷൻസ് കൂടി ഒന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ഹേർട്ട് റേറ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോൺ മാസ് അല്ലെങ്കിൽ കാൽസ്യം, ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താതെ ബോൺ മാസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പാൻക്രിയാസിനെ സ്വാധീനിച്ച് ഷുഗറിന്റെ ലെവൽ, ബ്ലഡ് ഷുഗറിന്റെ ലെവൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രുചി, ഹങ്കർ, നേരത്തെ ഞാൻ പറഞ്ഞു, അതിനെ നിയന്ത്രിക്കും. ഈവൻ PCOS പോലെയുള്ള ഇഷ്യൂസ് വരാതെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, തൈറോയിഡ് പോലെയുള്ള ഗ്ലാൻഡിനെ സഹായിക്കാനും, ആരോഗ്യപരമായി നിലനിർത്താൻ വേണ്ടി സഹായിക്കാനും ഈ ഒരു ലെപ്റ്റിന് പണിയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫാറ്റ് കൺട്രോളർ ആണ് ലെപ്റ്റിൻ. ഇതൊരു ഹൈപ്പോതലാമസിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഫാറ്റ് ടിഷ്യൂസിന്റെ അളവ് എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് കൂടിയല്ലേ. അപ്പൊ ഫാറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇനി ഫാറ്റ് സ്റ്റോറേജ് ചെയ്യേണ്ട എന്നല്ലേ അർത്ഥം? തീർച്ചയായിട്ടും ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്യണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നത്. അപ്പൊ ഈ ഫാറ്റിന്റെ അളവ്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡ്സിന്റെയും അളവ് ശരീരത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. ഇത് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിന് മാറ്റർ ഒന്നുമില്ല. അതെങ്ങനെയാണ് ആ ഒരു പാറ്റേണിലേക്ക് വരുന്നത്? മേ ബി ഇറ്റ് ടേക്സ് 2 months to 3 months. ആ 2-3 മാസം കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലായി, ബോഡി അതിന് ഹൈപ്പോതലാമസ് വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അതുപോലെ തന്നെ ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ പോലുള്ള കാര്യങ്ങളിലും ഇൻഫ്ലമേഷൻസ് കുറക്കാനും ഒക്കെ ലെപ്റ്റിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട്. ഗ്രലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ നമ്മുടെ ഗ്രലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ നമ്മുടെ ലെപ്റ്റിനെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലെപ്റ്റിന്റെ അളവ് നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പൊതുവെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വിശപ്പ് ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗ്രലിന്റെ അളവ് കൂടുതൽ ഉണ്ടാവും, ലെപ്റ്റിന്റെ അളവ് കുറവായിരിക്കും. അതേസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ലെപ്റ്റിൻ കൂടുതലാണ്, ഫാറ്റ് സെൽസ് കൂടുതൽ ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെപ്റ്റിന്റെ അളവ് ഗ്രലിന്റെ അളവ് കുറഞ്ഞിരിക്കും. നമുക്ക് സാറ്റൈറ്റി അല്ലെങ്കിൽ വിശപ്പില്ല, ഭക്ഷണം കഴിച്ചു മതി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രശ്നത്തിന്റെ പേരാണ് ലെപ്റ്റിൻ റെസിസ്റ്റൻസ്. നമ്മളൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്? അതെ, നമ്മുടെ ബ്ലഡിനകത്ത് പാൻക്രിയാസ് ഉണ്ടാക്കിയ ഇൻസുലിൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഷുഗറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടത്ര അളവിലില്ല, വേണ്ടത്ര ക്വാളിറ്റിയിലില്ല, അതോ അല്ലെങ്കിൽ അതിനെ ശരീരം ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാവുന്നത് പോലെ തന്നെ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. തടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ, വിസറൽ ഫാറ്റ് ആയിക്കോട്ടെ, അപ്പൊ പുറമെ തടി കാണണം എന്നില്ല. വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ പുറമെ തടി കാണണമെന്നില്ല, അകത്ത് ഫാറ്റിന്റെ അളവ് കൂടുതൽ പെർസെന്റേജ് ലെവലിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളില് ലെപ്റ്റിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ബ്രെയിനിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആ പ്രോസസ് അല്ലെങ്കിൽ ഗ്രലിനെ കുറയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അത് മാത്രമാണോ നടക്കാത്തത്? ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഫങ്ഷൻസിലെ പലതും വേണ്ട രീതിയിൽ നടക്കില്ല. ഇൻഫ്ലമേഷൻസ് കൂടും, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സെൽസിന്റെ റെസ്പോൺസ് കറക്റ്റ് ആയിരിക്കില്ല. ഈവൻ നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി, ബോൺ മിനറൽ ഡെൻസിറ്റി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഡെൻസിറ്റിയിൽ പ്രശ്നം ഉണ്ടാവാം. BP റിലേറ്റഡ്, തൈറോയിഡ് റിലേറ്റഡ്, അതുപോലെ തന്നെ ഓവറി റിലേറ്റഡ് ആയിട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവാം. എന്താണ് ലെപ്റ്റിൻ റെസിസ്റ്റൻസിന് കാരണം? ഒന്ന്, ലെപ്റ്റിന്റെ അളവ് കൂടുക എന്നുള്ളത് തന്നെ പറഞ്ഞു. രണ്ടാമത്തത്, ബോഡിക്കകത്ത് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ വീക്കം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. വീക്കം ഉണ്ടാവാൻ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇന്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഈവൻ വൈറസ് അറ്റാക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻഫ്ലമേഷൻസിലേക്ക് എത്തിക്കും. അതല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വേറൊരു കണക്ഷൻ ഉണ്ടെന്ന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ വയറിനകത്തുള്ള ഗട്ട് ഹെൽത്തിനെ പൂർണ്ണമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻഫ്ലമേഷൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ബ്ലഡിനകത്ത് കൂടുക. അത് ട്രൈഗ്ലിസറൈഡ്സ് ലെവലോ അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സോ കൂടുമ്പോഴാണ് നമുക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. എങ്ങനെ ഇത് നമുക്ക് മനസ്സിലാവുക ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന്? സാധാരണഗതിയിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരുടെ വയറിന്റെ ഭാഗം ചാടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിലും ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. TSH ന്റെ അളവ് കൂടുന്ന സമയത്തും, TSH എന്താണ്? മെറ്റബോളിക് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോ ഈ ഒരു TSH ന്റെ ഹൈ അളവുണ്ടെങ്കിലും അവിടെ നമുക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് അതിന്റെ ഒരു റീസൺ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? ലെപ്റ്റിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൂടാതെ ഫൈബറിന്റെ അളവ് കൂട്ടുക. അതിൽ സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഉറക്കം അല്ലെങ്കിൽ സെർക്കാഡിയൻ ഋതുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കം പാറ്റേണിലേക്ക് വരിക. ഈ വയറ് ചാടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഉറക്കം പാറ്റേൺ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൂടാതെ പല നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും ഒക്കെ ഇത് പെട്ടെന്ന് ആ ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ മേ ബി 2 മാസം 3 മാസത്തൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ അയാളുടെ ശരീരമാകെ മാറിയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പ്രധാന റീസൺ വരുന്നത് ഇവിടുന്നാണ്. അതുപോലെ തന്നെ വർക്കൗട്ട് ഒട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ പോകുമ്പോഴും അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഭക്ഷണ രീതി ഒട്ടും ശരിയല്ല അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് അല്ല എന്നുള്ളതും ലെപ്റ്റിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. അപ്പോൾ അത് ഒന്ന് ശരിയാക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് എത്തിക്കുക. വെള്ളം വേണ്ട പോലെ കുടിക്കുക. വെള്ളമായിട്ടും ഇതിന് ബന്ധമുണ്ട് ലെപ്റ്റിൻ റെസിസ്റ്റൻസിന്. ആക്ച്വലി ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വന്ന ആൾക്കാരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതൊരു സൈക്ലിക് പ്രോസസ് ആണ്. എന്താണ് വരുന്നത്? സാധാരണഗതിയിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാളില് ഫാറ്റ് സ്റ്റോഴ്സ് വേണ്ടത്ര ലെപ്റ്റിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ കൊണ്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സിഗ്നൽ ഡിസ്റപ്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോകും. ഈ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കലോറി ഇൻടേക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ കലോറി തിരിച്ച് ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് മാറും. അങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടും. ഈ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ടും ഫാറ്റ് കൂടി എന്ന് പറഞ്ഞിട്ടും നമ്മൾ കൂടുതൽ ലെപ്റ്റിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സിഗ്നൽ അപ്പോഴും ഡിസ്റപ്റ്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നലിങ് എത്തുന്നില്ല, മെസ്സേജിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. എഗെയിൻ നമ്മൾ അല്ലെങ്കിൽ ഗ്രലിന്റെ ഇൻഫ്ലുവൻസിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോവാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ നമുക്ക് വിശപ്പ് തന്നെയാണോ? നമ്മുടെ വിശപ്പും അതുപോലെ ദാഹവും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സെന്റർ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ദാഹിക്കുമ്പോഴും നമുക്ക് തോന്നാം വിശക്കുന്നുണ്ടെന്ന്, വിശക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കുടിക്കാം. എന്നാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു കാര്യം? സാധാരണഗതിയിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും നമുക്ക് വിശക്കാണ്. മേ ബി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോഴേക്ക് തന്നെ വീണ്ടും വിശക്കുകയാണെങ്കിൽ അത് നോർമലി വിശപ്പാവണമെന്നില്ല. 2:30ക്കാണ് ഭക്ഷണം കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് 4:30-5 മണി ആകുമ്പോഴേക്ക് വീണ്ടും വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് ഒരു പക്ഷേ പോസിബിൾ ആണ്. കാരണം എന്താണ്? കുട്ടികൾ ഗ്രോയിങ് ഏജിലാണ്, അവർക്ക് കൂടുതൽ എനർജി റിക്വയർമെന്റ് ഉണ്ട്, കോശങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം. എന്നാൽ വലിയ ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു റിക്വയർമെന്റ് അവിടെ ഇല്ല. അവർക്ക് റിപ്പയർ മെക്കാനിസം ആണ് നോർമലി കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. അവിടെ പലപ്പോഴും വിശപ്പ് കൊണ്ടായിരിക്കില്ല, ദാഹം കൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ, വെള്ളത്തിനെ പറ്റിയിട്ടുള്ള സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ മുതൽ
വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ 10 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഒരു 200 to 250 ml വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. അതുപോലെ ഈ വിശപ്പ് എന്ന് പറയുന്ന സംഭവം നമുക്ക് സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അത് സ്ലോലി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിശപ്പിനെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ വിശപ്പിനനുസരിച്ച് ഭക്ഷണമോ വെള്ളമോ കുടിക്കാനോ ഉള്ള നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി പോയി എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണമോ കഴിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ. ഒരു 15 to 20 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്നിട്ടും വിശപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിശപ്പ് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും അല്ലെങ്കിൽ 15 to 20 മിനിറ്റ് മുമ്പെങ്കിലും വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ ഒരു വെള്ളം കുടിച്ചതിന്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും, ഡൈജഷൻ മെച്ചപ്പെടുകയും ചെയ്യും. ഓക്കെ. സോ ആ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഗുണം ചെയ്യും. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എപ്പോഴും വിശക്കുന്നത്? പല റീസൺസ് ഉണ്ടാവാം. അതിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ, ഉറക്കം പാറ്റേൺ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആണോ അത്രമാത്രം അയാളില് വിശപ്പിന്റെ പാറ്റേൺ കൂടും. ഓക്കെ. രണ്ടാമത്തത് ബ്ലഡ് ഷുഗർ കുറയുക. അത് ലോ എനർജി എന്ന് പറയുന്നത്, അപ്പം ഹെവി ആയിട്ട് വർക്കൗട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്. എന്താ റീസൺ? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളിലെ ഷുഗർ ബാലൻസ് കുറെ നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പാലും ഈ ഒരു കാര്യത്തിൽ ബെനിഫിഷ്യൽ ആണ്. പാല് കുടിക്കുമ്പോൾ അതിനകത്തുള്ള ലാക്ടോസ് കൂടുതൽ സമയം എടുത്തിട്ടാണ് ബ്ലഡിലേക്ക് മിക്സ് ആവുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ പ്രോട്ടീൻ കണ്ടന്റും വളരെ കൂടുതലായിട്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ കൊടുക്കും ഷുഗർ ബാലൻസ് അല്ലെങ്കിൽ എനർജി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന്. സ്ട്രെസ് കൂടിയ ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവും. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ട്രെസ്സിന് സമയത്തിന്റെ പ്രശ്നം കൂടുതലുള്ളത് കൊണ്ട് കഴിക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. പക്ഷെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് അയാൾക്ക് പലപ്പോഴും ഗ്രലിന്റെ അളവ് കൂടിയിട്ട് വിശപ്പ് കൂടുകയാണ് ചെയ്യുക. ഡയറ്റ് പാറ്റേൺ തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ, പെർട്ടിക്കുലർലി ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തിന്റെ അളവ് എഗൈൻ ഇവിടെ ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, എപ്പോഴൊക്കെ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു 200 to 250 ml വെള്ളം കുടിക്കാൻ നോക്കുക എന്നുള്ളത്. തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് ഈവൻ ടാബ്ലറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഫുഡ് കൺട്രോളിൽ ആയിക്കോട്ടെ. ഈവൻ ന്യൂട്രീഷൻ തൈറോയിഡ് റിലേറ്റഡ് കേസസിൽ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡി, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വളരെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആണ്. ഡീഹൈഡ്രേഷൻ അഗൈൻ വെള്ളം കുടിച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ചില മെഡിക്കേഷൻസ്, ആന്റി ഹിസ്റ്റമിൻസോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസോ ഒക്കെയുള്ള ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പലപ്പോഴും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വിശക്കുന്നത്, ഞാൻ എന്തൊക്കെ അവിടെ ചെയ്യണം ഒരു കാര്യം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ കഴിക്കണം, ഏതൊക്കെ സമയത്ത് കഴിക്കണം, ഇങ്ങനെയൊരു പാറ്റേൺ നമുക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ശരീരത്തിന് കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അബ്സോർപ്ഷനും അതുപോലെ തന്നെ ഡൈജഷനും, ഇത് രണ്ടും ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഭക്ഷണം എന്തൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇതിനെയൊക്കെ ശരീരത്തിൽ കൊണ്ടുപോയി നല്ല രീതിയിലേക്ക് ദഹനം, ആഗിരണം ഒക്കെ നടക്കുന്നില്ലെങ്കിൽ ഗുണമില്ലല്ലോ. അപ്പോൾ കഴിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ടും ശരീരത്തിലേക്ക് ചേരണമെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.